ലോകം മുഴുവൻ ഒരു നഗരത്തിലേക്ക് ചെറുതായ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. ക്ലബ് FM-ലെ സ്റ്റാർ ജാം എന്ന ഈ ഷോ ഇന്ന് ആ നഗരത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. സോ ഇന്നത്തെ സ്റ്റാർ ജാമില് ഒരു സ്റ്റാർ അല്ല, ഒരുപാട് സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. എല്ലാവരും പറയാൻ പോകുന്നത് ആ ഒരു നഗരത്തെ കുറിച്ചുള്ള പല കഥകളാണ്. വൺ സിറ്റി മെനി സ്റ്റോറീസ്. ആ നഗരത്തിന്റെ പേരാണ് LONDON, ലണ്ടൻ. Welcome to Star Jam with me SHAAN ഷാൻ. ഒളിമ്പിക്സിൽ പറയും വൺ സിറ്റി വൺ വേൾഡ് വൺ ഗെയിംസ് എന്ന്. എന്നാൽ സ്റ്റാർ ജാമിൽ ഇന്ന് ഞാൻ പറയണു വൺ വേൾഡ് വൺ സിറ്റി വൺ ഷോ. ആൻഡ് ഈ ഷോയിൽ ഇന്ന് വരാൻ പോകുന്ന കുറച്ച് പേര് ഇവരൊക്കെയാണ്. This is Reema Kalingil here. Anjali Menon. Lakshmi Gopal Swami. മലയാള സിനിമയിലെ പല സ്റ്റാർസും പോയിട്ടുള്ള ലണ്ടനെ കുറിച്ച് അവരുടെ ലണ്ടൻ കഥകൾ കേൾക്കാനായി കാത്തിരിക്കുക. Let's start the show. I'm Shan with you on Club FM Star Jam. Ton കണക്കിന് ഫൺ. Stories on Club FM Star Jam. സ്റ്റാർ ജാമിൽ ഇന്ന് ലണ്ടൻ സ്റ്റോറീസ് ആണ്. ആൻഡ് ആദ്യത്തെ സ്റ്റോറി പറയാൻ ഞാൻ കൊണ്ടുവരുന്നത് ദ വെരി ബോൾഡ്, ദ വെരി ബ്യൂട്ടിഫുൾ 22 ഫീമെയിൽ മലയാളം സിനിമ. She is Reema Kalingil, the Metropolitan Girl. Welcome to the show. Thank you, Shan. And this is Reema Kalingil here, sharing my experience as a Metropolitan Girl. Metropolitan Girl, ആദ്യം മെട്രോനെ കുറിച്ച് പറയൂ. ലണ്ടനിലെ മെട്രോ ഉണ്ട്, കേരളത്തിൽ മെട്രോ വരാൻ പോണു. ഇവിടെ മെട്രോ വന്ന കേരളം ലണ്ടൻ പോലെ ആവും. It might really help. See, ഇപ്പൊ ബാംഗ്ലൂർ ഞാൻ 22 ഫീമെയിൽ കോട്ടയത്തിന്റെ ഷൂട്ടിന് പോയപ്പോഴാണ് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സീക്വൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയിരുന്നു. മെട്രോയിൽ കയറി? യെസ്. ഫസ്റ്റ് ടൈം മെട്രോ ഇൻ ബാംഗ്ലൂർ? യെസ്, ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ വേറെ കയറിയിട്ടുണ്ട്? പിന്നെ ഒരുപാട് ട്യൂബ്സിൽ കയറിയിട്ടുണ്ട്. ലണ്ടൻ ട്യൂബ് അവിടെ ഇവിടെ ഒക്കെ സിംഗപ്പൂർ. ലണ്ടൻ, സിംഗപ്പൂർ. ഞങ്ങൾക്കട കേരളത്തിൽ കൊച്ചിയിലും മെട്രോ വന്നുണ്ട്. നിങ്ങൾക്കട ലണ്ടനിൽ മാത്രമല്ല. അയ്യോ, ഞങ്ങളുടെയും കൂടെയാണ് കൊച്ചി. സി ആക്ച്വലി ഇപ്പോ ഞാൻ ലണ്ടൻ ട്യൂബ് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാണ്. അവിടെ മെട്രോനെ ട്യൂബ് എന്ന് പറയാം. ട്യൂബ് നിങ്ങളത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഷാൻ മനസ്സിലാക്കണം. ബിക്കോസ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേഷൻസിലാണെങ്കിലും സ്റ്റേഷന്റെ ഉള്ളിൽ ഇപ്പൊ എസ്കലേറ്റേഴ്സിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഫുൾ പോസ്റ്റർ ആർട്ടാണ്. പോസ്റ്റർ ആർട്ട് ഈ ഫിലിമിന്റെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ആഡ്സിന്റെ പോസ്റ്റേഴ്സ് ആയിരിക്കും. ബട്ട് ഭയങ്കര ക്രിയേറ്റീവ്ലി ഡൺ പോസ്റ്റേഴ്സ്, ഭയങ്കര വൈബ്രന്റ്, ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ അത് നമ്മുടെ കേരളത്തിലെ ഓരോ റെയിൽവേ സ്റ്റേഷൻസിൽ ഇത് കൊണ്ടുവരണം. കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ. അതെ, വൈ നോട്ട്? ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ, യു നോ. ഭയങ്കര വൈബ്രന്റ്, ഇറ്റ് ഗിവ്സ് യു എനർജി. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സിനിമ പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്, എനിക്ക് തോന്നുന്നു. പക്ഷേ പിന്നെ റീമ ഇപ്പൊ സജസ്റ്റ് ചെയ്ത ഒരു വണ്ടർഫുൾ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ട് കളർഫുൾ ആക്കണം. ഐ നോ, ബിക്കോസ് എത്ര ആളുകളാണ് ഇതിൽ എവറി ഡേ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞ രസമല്ലേ? വൈ നോട്ട്? നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇറ്റ്സ് ചീപ്പ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സജഷൻ. സിമ്പിൾ. അഗൈൻ ബ്രാഗ് ചെയ്യുന്നതല്ല, പക്ഷെ ലണ്ടനിൽ അഗൈൻ ഈവൻ ഫോൺ ബൂത്ത്സ്, ആ റെഡ് ഫോൺ ബൂത്ത്സ് ആർ സോ ഫേമസ് ദർ. ഇറ്റ് മേക്സ് ദ സിറ്റി ലുക്സ് സോ ബ്യൂട്ടിഫുൾ, യു നോ. അങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ എലമെന്റ്സ് ആണ്, പക്ഷെ ഇറ്റ് മേക്സ് എ സിറ്റി സോ മച്ച് മോർ ബെറ്റർ ടു ലിവ് ഇൻ, ഐ ഫീൽ. സൂപ്പർ സജഷൻ. താങ്ക് യു വെരി മച്ച് റീമ. വെൽ, സ്റ്റാർ ജാമിൽ നിന്ന് പല സ്റ്റാർസ് ഒരു സിറ്റിയെ കുറിച്ച് പറയുന്ന ലണ്ടൻ സ്റ്റോറീസ് ആണ്. ആൻഡ് ദിസ് ഈസ് Reema Kalingil on Club FM. ടൺ കണക്കിന് ഫൺ. London Stories on Club FM Star Jam. London Stories on Star Jam. And ഇനി റീമ കലിംഗലിന് ശേഷം വരാൻ പോകുന്നത് ഷീസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ വുമൻ. നമ്മൾ നടന്ന് നഗരം കാണും, എന്നാൽ ഇവർ നൃത്തം ചെയ്ത് നഗരം കാണും. അവരാണ് Lakshmi Gopal Swami on Club FM Star Jam. London is a beautiful, grand city. പറയാൻ പറ്റും. The land of Buckingham Palace, the Big Ben clock, old buildings, grand big buildings. ഒരു sophistication, natural sophistication. ആൾക്കാരുടെ very gentle people. ഒളിമ്പിക്സ് നടക്കുന്ന സിറ്റിയാണ് ഇപ്പോ ലണ്ടൻ. എന്താണ് നമ്മൾ ഇങ്ങോട്ട് കടമെടുക്കേണ്ടത്? അവരുടെ ഇംഗ്ലീഷ് ഭയങ്കര സ്വീറ്റ് ആണ്. ബ്രിട്ടീഷിന്റെ ഇംഗ്ലീഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരു പ്ലീസ്, താങ്ക് യു പറയും. മേ ഐ ഹാവ് ദിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് റൂഡാണ് അത്. മേ ഐ ഹാവ് ദിസ് പ്ലീസ്. എനിക്ക് ഇത് വേണം, ഉങ്ങൾക്ക് ഇത് വേണോ? യെസ് പ്ലീസ് ആണോ? യെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പൊലൈറ്റ് ആയിട്ട് പറഞ്ഞാലും പ്ലീസ് പറയണമെങ്കിൽ അവർക്ക് റൂഡാണ് അവർ മനസ്സിലാവും. ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞാലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യെസ് പ്ലീസ്, നോ പ്ലീസ്, നോ താങ്ക് യു. സോ ഇറ്റ്സ് ഫുൾ ഓഫ് പ്ലീസ് ആൻഡ് താങ്ക് യു. ഇറ്റ്സ് വെരി സ്വീറ്റ്. താങ്ക്സ് പറയണം. പ്ലീസ് തീർച്ചയായിട്ടും പറയണം. മേ ഐ ഹാവ് ദിസ് പ്ലീസ്, കൻ ഐ ഗോ ദർ പ്ലീസ്, മേ ഐ ഡു ദിസ് പ്ലീസ്. உங்களுக்கு ബ്രെഡ് വേണോ, കേക്ക് വേണോ, ബിസ്ക്കറ്റ് വേണോ, whatever. Yes, what would you like? I'd like cake. No, I would like a piece of cake, please. Oh, sure, please. Thank you la എല്ലാം നടക്കുന്നത്. Please ആരെങ്കിലും ലണ്ടൻ പോയാൽ അത് മറക്കരുത്. Please മറക്കരുത്. Thank you very much. Next song, please. Club FM with the Star Jam. Done കണക്കിന് fun.